ലാംഗ്വേജ് ആണ്, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ലാംഗ്വേജിനെയാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് അല്ലേ. ദെൻ പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്, റൂട്ട് വേർഡ്സ്, അബ്രിവിയേഷൻ ഒക്കെ നമ്മൾ പഠിച്ച എന്തായിരുന്നു പ്രിഫിക്സ്? പ്രിഫിക്സ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ഒരു വേർഡിന്റെ ബിഗിനിങ്ങിൽ ചേർക്കുന്ന വേർഡ്സുകളെയാണ് പ്രിഫിക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സഫിക്സസ് എന്തായിരുന്നു? സഫിക്സ് ശേഷം ചേർക്കുന്ന എൻഡിൽ ചേർക്കുന്ന വേർഡ്സുകളെയാണ് സഫിക്സസ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? എന്തിനെയായിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലൊക്കേഷനും ഇന്റൻസിറ്റി. ലൊക്കേഷനും അതേപോലെ ഇന്റൻസിറ്റി, തീവ്രതയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് പ്രിഫിക്സുകൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സഫിക്സ് ആണെങ്കിലോ മെയിൻലി കണ്ടീഷൻ, അവസ്ഥകളെ കാണിക്കുക, ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ അസുഖങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഫിക്സസ് യൂസ് ചെയ്യുന്നത്. ദെൻ റൂട്ട് വേർഡ്സ് എന്തായിരുന്നു? റൂട്ട് വേർഡ്സ് സ്റ്റെമ്മിലാണ് ഒരു മുഖ്യ ഭാഗം അല്ലെ, ഒരു വേർഡിന്റെ മുഖ്യ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വേർഡ്സ് ആയിരിക്കും. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബോഡി പാർട്ടിനെ, ബോഡി പാർട്സിനെയാണ്. ദെൻ അബ്രീവിയേഷൻ എന്താണ്? ഡോക്യുമെന്റിന്റെയൊക്കെ ഷോർട്ട് ഫോമിനെയാണ്, ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ, അസുഖം, ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോമിനെയാണ്, ഷോർട്ട് നോട്ടാണ് അബ്രീവിയേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ടേബിളിലോട്ട് പോകാം. ഫസ്റ്റ് പ്രിഫിക്സ് നോക്കിക്കോളൂ. പ്രിഫിക്സ് പേജ് നമ്പർ 2. ഓക്കെ, ഫസ്റ്റ് പ്രിഫിക്സ് എന്താ അതിലുള്ളത്? എ എന്നുള്ള ലെറ്റർ ആണ് അല്ലേ. എ എന്നുള്ള ലെറ്റർ പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു വേർഡിന്റെ മീനിങ് എന്തായിട്ട് മാറും? എന്താ മീനിങ് പറയുന്നത്? വിത്തൗട്ട് ഫോർ വാണ്ട് ഓഫ്, അതായത് ഒരു മെഡിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒരു അവസ്ഥയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുടെയോ അഭാവത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എ എന്നുള്ള ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഒരു വസ്തുക്കളുടെയോ അല്ലെങ്കിൽ അവസ്ഥകളുടെയോ അഭാവത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ എന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞ അനീമിയ. ഓക്കെ, എന്താ അനീമിയ എന്ന് പറഞ്ഞാല്? എന്തിന്റെ അഭാവമാണ്? ബ്ലഡിന്റെ ലാക്കാണ്, ലാക്ക് ഓഫ് ബ്ലഡ് ആണ് അല്ലേ. ആ ഒരു ബ്ലഡിന്റെ അഭാവത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എ എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ, എ ബി. എ ബി എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ മെഡിക്കൽ കോണ്ടെക്സ്റ്റിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വ്യതിയാനത്തെ സൂചിപ്പിക്കാനായിട്ടാണ്. ഓക്കെ, മുൻപുള്ള അവസ്ഥയിൽ നിന്നും എന്തോ ഒരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു വ്യതിയാനത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ ബി എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ അബ്നോർമൽ, നോർമൽ അല്ലാത്ത അവസ്ഥ അല്ലേ. നോർമൽ അല്ലാത്ത അവസ്ഥയാണ് അബ്നോർമൽ എന്ന് പറയുന്നത്, അസ്വാഭാവികം അല്ലേ. അപ്പോ അതിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്, അത്തരം ഒരു സിറ്റുവേഷനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് എ ബി എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി തേർഡ് വൺ, അത് നോട്ട് ചെയ്തോളൂ, അത് ഇമ്പോർട്ടന്റ് ആണ്. അബ്ഡമൻ. നമ്മൾ എങ്ങനെയാ സ്റ്റൊമക് എന്നാണ് പറയുന്നത് അല്ലേ, സ്റ്റൊമക്. പക്ഷെ മെഡിക്കൽ ടേംസിൽ എന്താ അതിന് പറയുന്നത്? അബ്ഡോമൻ എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോ സാധാരണ ടേംസിൽ നമ്മൾ സ്റ്റൊമക് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടേംസ്, മെഡിക്കൽ ഫീൽഡിലുള്ളവർ എന്താണത്? അബ്ഡോമൻ എന്ന വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഏതാണ് അനഘ പറയേണ്ടത്? ഫസ്റ്റ് തൊട്ട് മനസ്സിലായി, ഇപ്പൊ കയറിയുള്ള ക്ലാസ്സില്. ഓക്കെ, പ്രിഫിക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ എന്താണ്? ബിഗിനിങ്ങിൽ ചേർക്കുന്ന ഒരു വേർഡ്സ്. ആ ബിഗിനിങ്ങിൽ ചേർക്കുന്ന വേർഡ്സുകളെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രിഫിക്സ്, സഫിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു വേർഡിന്റെ മെഡിക്കൽ ടേംസിൽ പ്രിഫിക്സ്, ഒരു വേർഡിന് മുന്നിലായിട്ട് ചേർക്കുന്ന വേർഡുകളെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് ചേർത്താൽ ആ വേർഡിന്റെ മീനിങ് എന്താണ്? എന്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്?
ലൊക്കേഷൻ. ലൊക്കേഷൻ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ടേബിളിലെ മൂന്നാമത്തെ തേർഡ് വൺ അബ്ഡമൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ എന്താണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് ബോഡി പാർട്സുകൾ, അതേപോലെ അസുഖങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാക്കിയുള്ളതും റീഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ് ഇങ്ങനെ ബോഡി പാർട്സിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ അസുഖങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, സ്റ്റൊമക്ക് കിട്ടിയോ? അബ്ഡമൻ. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഇവിടെ നമുക്ക് വരുന്ന രോഗങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ബോഡി പാർട്സിനെയും മെഡിക്കൽ ടൈമിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണോ ഈ ലെറ്റേഴ്സ് ഒക്കെ? അങ്ങനെയാണോ? ക്ലിയർ ആയില്ല. പ്രിഫിക്സ് ആണോ? പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്? അതെ അതെ. അപ്പൊ മെഡിക്കൽ ടേം എഴുതിയാൽ അതിന്റെ മീനിങ് ആണ് ഇപ്പറേ കൊടുത്തേക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? മെഡിക്കൽ ടേമില് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ AB എന്നുള്ളൊരു വാക്ക്, AB എന്നുള്ളൊരു പ്രിഫിക്സ് നമ്മൾ ആഡ് ചെയ്യണം. നോർമൽ എന്ന വാക്കിന്റെ കൂടെ AB എന്ന വാക്ക് എവിടെയാ ചേർക്കുന്നത്? പ്രിഫിക്സ് ആകുമ്പോ എവിടെയാ ചേർക്കേണ്ടത്? നോർമലിന്റെ ഫ്രണ്ട്. ഓക്കെ, അബ്നോർമൽ ഉണ്ടാവും. AB എന്നുള്ള പ്രിഫിക്സിന്റെ മീനിങ് എന്താ? ബിയോണ്ട് എന്നാണ്, അല്ലെങ്കിൽ എന്താണ് വ്യതിചലനം അല്ല, ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടിയാണ് AB എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. അപ്പോ AB എന്ന വാക്ക് നോർമലിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അബ്നോർമൽ എന്നായിട്ട് മാറി, അതായത് നോർമൽ അല്ലാത്ത അവസ്ഥ. ക്ലിയർ ആണോ? ഓക്കെ മാം. നെക്സ്റ്റ് നോക്കിക്കോളൂ, 6th വൺ അഡിനോ. ഓക്കെ, എന്താണ് അതിന്റെ മീനിങ് പറയുന്നത്? ഗ്ലാൻഡ് ആണ്. ഓക്കെ, എന്തിനെ സൂചിപ്പിക്കാനായിട്ടാണ്? ഗ്ലാൻഡിനെ. ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന സമയത്ത് അവർ അഡനോ എന്നുള്ള പ്രിഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താ ഗ്ലാൻഡ്? മാം 4th വൺ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ബോഡി പാർട്സുകള്, അസുഖങ്ങള്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ മതി, മീനിങ്സ് അവിടെ ഉണ്ടല്ലോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ 6th വണ്ണിൽ എന്താണ്? റെഫറിങ് ടു എ ഗ്ലാൻഡ്. ഗ്ലാൻഡ് എന്താ? ഗ്രന്ഥി. ഗ്രന്ഥി. ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷനൊക്കെ കാണിക്കുന്ന സമയത്ത് മെഡിക്കൽ ടേംസിൽ എന്താണ്? അഡിനോ എന്ന വാക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ അഡിനൈറ്റിസ് എന്തായിരിക്കാം? അഡിനൈറ്റിസ്. അഡിനോ എന്ന വാക്ക് നമ്മൾ പഠിച്ചു. ഐറ്റിസ് എന്നൊരു സഫിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഡിനൈറ്റിസ് എന്തായിരിക്കാം? എന്താ അഡിനൈറ്റിസ്? ഐറ്റിസ് എന്താ? ഐറ്റിസ് സഫിക്സിന്റെ മീനിങ് എന്തായിരുന്നു? ഇൻഫ്ലമേഷൻ ഓഫ് അഡിനോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന വീക്കം, അതിനെയാണ് അഡിനൈറ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇപ്പോ? ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളോ ഹെൽത്ത് കണ്ടീഷൻസോ അതൊക്കെ പറയുന്നതിന് വേണ്ടി ആ സമയത്ത് അവർ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ടേംസിൽ യൂസ് ചെയ്യുന്നത് ഗ്ലാൻഡിന് പകരം എന്തായിരിക്കും? അഡിനോ എന്ന ലെറ്റർ എന്നുള്ള പ്രിഫിക്സ് ആയിരിക്കും. ക്ലിയർ ആണോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ വെസൽ. 9th വൺ വെസൽ. ഓക്കെ, വെസൽ എന്താ? എന്താ വെസൽ എന്താ? നമ്മൾ രക്തക്കുഴൽ, ബ്ലഡ് വെസൽസ് എന്നൊക്കെ പറയാലോ, രക്തക്കുഴലുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് വെസൽ എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അതേസമയം മെഡിക്കൽ ടേംസിലാണെങ്കിൽ അവർ വെസൽ എന്നല്ല യൂസ് ചെയ്യുന്നത്. അതിന് പകരം ഏത് വേർഡ്സ് ആയിരിക്കും, ഏത് പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ആൻജിയോ എന്ന് പറയുന്ന വേർഡ്സ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാമോ? ഓക്കെ, ക്ലിയർ ആണോ ഇപ്പോ? ആൻജിയോഗ്രാം. ഓക്കെ, then and the next one 13 ആർത്രോ. ഓക്കെ, പെർട്ടൈനിങ് ടു എ ജോയിന്റ്. ജോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആർത്രോ എന്നുള്ള വേർഡ്സ് ആയിരിക്കും, പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയൂ. ആർത്രൈറ്റിസ്. ൾക്ക് ഉണ്ടാകാവുന്ന വീക്കം അല്ലെ, ആർത്രൈറ്റിസ്. then 17 ഓക്കെ, സോറി വിട്ടുപോയി. ആർട്ടറി എന്താ? ആർട്ടറി എന്താ? ആർട്ടറി എന്താ? ധമനികളല്ലേ?
അപ്പോ മെഡിക്കൽ ടേംസിൽ അതിന് പകരം എന്താണ് ആർട്ടറിയോ അല്ലെങ്കിൽ ആർട്ടറി എന്നുള്ള വേർഡ്സ് ആയിരിക്കും പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാവോ? ആർട്ടറിയോ ഓക്കെ. എന്താണ് ആർട്ടിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇമേജിംഗ് ടെസ്റ്റ് ആണ്. ധമനികളുടെ ടെസ്റ്റിനെയാണ് ഇമേജിംഗ് എക്സ്റേസ് ഒക്കെ പറയില്ല, ഇമേജിംഗ് ടെസ്റ്റിനെയാണ് ആർട്ടിയോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ആർത്രോ പറഞ്ഞു. 15 നോക്കിക്കോളൂ. BI നമ്മൾ 2 എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടേംസിൽ അതിന് ബൈ എന്നുള്ള ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാമോ? ബയോപ്സി. ബയോപ്സി അല്ലെങ്കിൽ ബൈപോളാർ പറയാം. 2 സ്വഭാവത്തെ കാണിക്കുന്ന ഒരു ഒരു ഡിസീസ് ഇല്ലേ, ബൈപോളാർ. ഓക്കെ. ദെൻ ജംസുകളെ സൂചിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ് സെല്ലുകളെ സൂചിപ്പിക്കാനായിട്ട് 17 ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ബ്ലാസ്റ്റ്. ഓക്കെ. ബ്ലാസ്റ്റോമ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റോമ സെല്ലിനെ ബാധിക്കുന്ന ക്യാൻസറിനെയാണ് ബ്ലാസ്റ്റോമ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബ്ലാസ്റ്റ് എന്നുള്ള വാക്ക് പ്രിഫിക്സ് സെല്ലുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Then 18 ലാസ്റ്റ് വൺ നോക്കിക്കോളാം ടേബിളിലെ. ബിലോങ്ങിങ് ടു ആൻ ഐലിഡ്, ബ്ലഫർ. ഓക്കെ. ബ്ലഫർ എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത് എന്തിനെ കാണിക്കാനായിട്ടാണ്? എന്താ ഐലിഡ്? എന്താ ഐലിഡ്? കൺപോള. കൺപോള സമയത്താണ് ബ്ലഫർ എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ബ്ലഫറൈറ്റിസ് എന്താകാം? ബ്ലഫറൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ഐലിഡ്. കണ്ണിനുണ്ടാകുന്ന കൺപോളകൾക്ക് ഉണ്ടാകാവുന്ന ഇൻഫ്ലമേഷനെയാണ് ബ്ലഫറൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലെല്ലാം ക്ലിയർ ആണോ? സ്റ്റൊമക്കിന്റെ എന്നാൽ മെഡിക്കൽ ടേം ആണ് അബ്ഡോമൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഏതാ നോക്കിയത്? 6th വൺ ഏതായിരുന്നു? ഗ്ലാൻഡ്. ഗ്ലാൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അഡിനോ എന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വെസൽ ഏതായിരുന്നു? ആൻജിയോ എന്നുള്ള പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ 12 ആർട്ടറി. ആർട്ടറിയോ എന്നുള്ള വേർഡാണ് പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ജോയിന്റ്, പെർട്ടൈനിങ് ടു എ ജോയിന്റ്, ജോയിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആർത്രോ എന്നുള്ള പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ 17 ഏതായിരുന്നു? ജെം അല്ലെങ്കിൽ സെല്ലുകളെ സൂചിപ്പിക്കാനായിട്ട് ബ്ലാസ്റ്റോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ ഐലിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് മൂന്നാമത്തെയോ? സ്റ്റൊമക്ക് എന്താ? നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടൈമിൽ അവർ സ്റ്റൊമക്ക് എന്ന് യൂസ് ചെയ്യില്ല, അതിന് പകരം അവർ അബ്ഡോമൻ എന്ന വാക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. അബ്ഡോമൻ. ദെൻ 18 എന്തായിരുന്നു? ബ്ലഫർ. ഐലിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ബ്ലഫർ എന്നുള്ള പ്രിഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ബ്ലഫറൈറ്റിസ്. കണ്ണുകൾക്ക് ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ കൺപോളകൾക്ക് ഉണ്ടാകാവുന്ന വീക്കത്തിനെയാണ് ബ്ലഫറൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ അത്? ആൻഡ് നെക്സ്റ്റ് ടേബിൾ നോക്കിക്കോളൂ. നെക്സ്റ്റ് പേജ്. അതില് 22 20 അല്ലേ? ഓക്കെ. 20 എന്താ? കാൽക്ക്. കാൽസ്യവുമായി ബന്ധപ്പെട്ട കാൽസ്യവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെ പറയുന്ന സമയത്താണ് കാൽക്ക് എന്നുള്ള പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? റിജോ, നെക്സ്റ്റ് ടേബിൾ 20. ഓക്കെ. 20. ഓക്കെ. കാൽക്ക് എന്താണ്? കാൽസ്യവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയോ കണ്ടീഷനെയോ സൂചിപ്പിക്കാനായിട്ടാണ് കാൽക്ക് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ കാൽസിഫിക്കേഷൻ എന്തായിരിക്കും? അപ്പോ കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് കാൽസ്യവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അസുഖമാണ് അല്ലെ? കാൽസിഫിക്കേഷൻ എന്തായിരിക്കാം? കോശങ്ങളിൽ കാൽസ്യം അടിഞ്ഞുകൂടി എന്നാണ് സ്റ്റോൺ പോലെ ആകുന്ന ഒരു ഡിസീസ് ആണ്, ഒരു അവസ്ഥയാണ് കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കാൽക്ക് എന്ന് പറയുന്നത് കാൽസ്യവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയോ ഹെൽത്ത് കണ്ടീഷനെയോ സൂചിപ്പിക്കുന്നതിനാണ് കാൽക്ക് എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. ദെൻ കാർഡിയോ എന്തായിരുന്നു? എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനാണ് കാർഡിയോ എന്നുള്ള പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്? ഹാർട്ട്. എക്സാമ്പിൾ പറയാമോ?
Cardiovascular. Cardiology, cardiovascular എല്ലാം പറയാം. ഓക്കെ. ദെൻ സെഫാൽ എന്താണ്? ബിലോങ്ങിങ് ടു ദ ഹെഡ്. ഹെഡുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ എന്താണ്? സെഫാലോ എന്നുള്ള പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെഫാൽ അല്ലെങ്കിൽ സെഫാലോ. സെഫലാൽജിയ എന്ന് പറയും. എന്താ സെഫലാൽജിയ? തലവേദനയാണ്. മെഡിക്കൽ ടേംസിൽ തലവേദനയ്ക്ക് സെഫലാൽജിയ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 23 നോക്കി. സെറിബ്രോ എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് സെറിബ്രോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്? ബ്രെയിൻ. ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് സെറിബ്രോ എന്നുള്ള പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാമോ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓർക്കുന്നുണ്ടോ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് സെറിബ്രോ എന്നുള്ള പ്രിഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ആൻഡ് ദ 24 നോക്കിക്കോളൂ. ബിലോങ്ങിങ് ടു ദ നെക്ക് ഓർ യൂട്രൈൻ സെർവിക്സ്. നെക്ക്, അതേപോലെ കഴുത്ത്, അതേപോലെ എന്താണ് യൂട്രൈൻ സെർവിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്? ഏത് വേർഡാ യൂസ് ചെയ്യുന്നത്? സെർവിക് എന്നുള്ള പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് യൂട്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സെർവിക് എന്നുള്ള പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആൻഡ് 25 ബിലോങ്ങിങ് ടു ബൈൽ ഓർ ഗോൾ എന്നാണ്? പിത്തം അല്ലെങ്കിൽ പിത്താശയം. ഓക്കെ, ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കോൾ എന്നുള്ള ഒരു പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാമോ? കോൾ, CHOLE എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊളസ്ട്രോൾ. വെരി ഗുഡ്, കൊളസ്ട്രോൾ അല്ലേ? എന്താണ്? ഇതിലെ ടൈപ്പ് ഓഫ് ഫാറ്റിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് അവർ എന്ത് യൂസ് ചെയ്യും? കോൾ, CHOLE എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ കാർട്ടിലേജ് എന്താ? ബിലോങ്ങിങ് ടു കാർട്ടിലേജ് എന്താ? കാർട്ടിലേജ് മീൻസ് തരുണാസ്ഥി. കേട്ടിട്ടില്ലേ? തരുണാസ്ഥി നമ്മുടെ ഈ നോസിന്റെ മൂക്കിന്റെ തുമ്പത്തേക്കുള്ള ചെറിയ ചെറിയ അസ്ഥികളെയാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാർട്ടിലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പറയുമ്പോൾ കോൺഡ്രോ, CHONDRO. ഓക്കെ, ആ ഒരു പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. അത് നോട്ട് ചെയ്തോളൂ. 26 ആൻഡ് 29 എന്താ അതിൽ പറയുന്നത്? റിബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് റിബ്? റിബ് എന്താ? റിബ് എന്താ? RIB റിബ് എന്താ? വാരിയല്. വാരിയലിനുണ്ടാകുന്ന എന്താണ് അസുഖത്തെ കുറിച്ചോ അല്ലെങ്കിൽ കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഏത് പ്രിഫിക്സ് ആയി യൂസ് ചെയ്യുന്നത്? ഓക്കെ, കോസ്റ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം കോസ്റ്റോപ്ലാസ്റ്റി റിബിന് ചെയ്യുന്ന സർജറിയാണ് കോസ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 31 റിലേറ്റിംഗ് ദ ബ്ലാഡർ. ബ്ലാഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സിസ്റ്റ്. ഓക്കെ, സിസ്റ്റോ അല്ലെങ്കിൽ സിസ്റ്റ് എന്നുള്ള പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്തായിരിക്കാം? സിസ്റ്റൈറ്റിസ് എന്തായിരിക്കാം? പറഞ്ഞാല് സിസ്റ്റൈറ്റിസ് എന്താണ്? സിസ്റ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്ലാഡർ. ബ്ലാഡറിനുണ്ടാകുന്ന വീക്കത്തെയാണ് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബ്ലാഡറിന്റെ അസുഖത്തെയോ അല്ലെങ്കിൽ ആ കണ്ടീഷനെയോ കാണിക്കുന്ന സമയത്ത് മെഡിക്കൽ ടേംസിൽ അവർ സിസ്റ്റോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആൻഡ് 32 സെല്ല്. എന്താ സെല്ല്? റിലേറ്റിംഗ് ടു എ സെൽ. സെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സമയത്ത് എന്താണ്? സൈറ്റ്. ഓക്കെ, സൈറ്റോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാമോ? സൈറ്റോ. സൈറ്റോളജി. എന്താ സൈറ്റോളജി? സ്റ്റഡി ഓഫ് സെൽസ് ആണ്. സെല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. ഓക്കെ, അപ്പൊ എന്താണ്? സെല്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ സൈറ്റ് അല്ലെങ്കിൽ സൈറ്റോ എന്ന് പറയുന്ന പ്രിഫിക്സ് യൂസ് ചെയ്യുന്നു. Then 34 റിലേറ്റിംഗ് ടു ദ സ്കിൻ. ഏതായിരിക്കാം യൂസ് ചെയ്യുന്നത്? സ്കിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏത് പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? അല്ലെ? എക്സാമ്പിൾ പറയൂ. ഡെർമറ്റൈറ്റിസ്.
dermatology. Okay. And 41. 33. Okay, 41. എന്താ 41-ൽ പറയുന്നത്? intestine എന്താ? intestines relating to the intestines എന്താ? കുടലുമായി ബന്ധപ്പെട്ടത്. കുടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏത് ഏത് പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്? Endro. ഒരു എക്സാമ്പിൾ പറയപ്പോ കുടൽ വീക്കം എങ്ങനെ പറയാം? കുടൽ വീക്കം. Enteritis. നമ്മൾ പറഞ്ഞു പ്രൊനൗൺസിയേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടി ഓ എന്ന് പറയുന്ന വവ്വലിന്റെ അല്ലെ ആ ലാസ്റ്റ് വേർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് ലെറ്ററിനെ കട്ട് ചെയ്ത് കളയുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ ഓയിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ എന്തായി? എൻട്രൈറ്റിസ് എന്നായി മാറി. ക്ലിയർ ആണോ? എന്താ? കുടൽ വീക്കം, കുടലിനുണ്ടാകാവുന്ന വീക്കത്തെയാണ്, ഇൻഫ്ലമേഷനെയാണ് എൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ പേജിലെല്ലാം ക്ലിയർ ആണോ? ബോഡി പാർട്സ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 43. ഏതാടാ? ഏത് നമ്പർ പറയൂ? 26. 26 അല്ലേ? കാർട്ടിലേജ്. ഓക്കെ. അതിലെന്താ പറയുന്നത്? കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥികൾ എന്ന് പറയും. തരുണാസ്ഥി കേട്ടിട്ടുണ്ടോ? കാർട്ടിലേജ്, ചെറിയ ചെറിയ അസ്ഥികൾ, മൂക്കിന്റെ ഒക്കെ തുമ്പത്തുള്ള ചെറിയ അസ്ഥികൾ തരുണാസ്ഥികൾ എന്ന് പറയും. ഈ തരുണാസ്ഥികളുമായി ബന്ധപ്പെട്ട, കാർട്ടിലേജുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ പറയാനോ അല്ലെങ്കിൽ കണ്ടീഷൻസിനെ സൂചിപ്പിക്കാനോ എന്താണ്, ഏത് വേർഡാ യൂസ് ചെയ്യുന്നത്? കോൺട്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. കോൺട്രോപ്ലാസിയ. കോൺട്രോപ്ലാസിയ എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിക്ക് ഉണ്ടാകാവുന്ന അമിത വളർച്ചയാണ് കോൺട്രോപ്ലാസിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ തരുണാസ്ഥിയുടെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ട് കോൺട്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നു. എക്സാമ്പിൾ പറഞ്ഞ കോൺട്രോപ്ലാസിയ, തരുണാസ്ഥിക്ക് ഉണ്ടാകാവുന്ന അമിത വളർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ എൽമ? എന്തോ? ഒരു വട്ടം കൂടി പറയോ? ഇത് തന്നെയാണോ തരുണാസ്ഥികള്? കാർട്ടിലേജ് തന്നെയാണോ? കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? തരുണാസ്ഥികൾ, ചെറിയ ചെറിയ അസ്ഥികൾ, മൂക്കിന്റെ തുമ്പത്തേക്കുള്ള ചെറിയ അസ്ഥികളെയാണ് തരുണാസ്ഥികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുണ്ടാകാവുന്ന അസുഖങ്ങളെ കുറിച്ചോ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്താണ് കോൺട്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? കോൺട്രോപ്ലാസിയ. കോൺട്രോപ്ലാസിയ എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രോ എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് അല്ലേ? അപ്പൊ എന്തായിരിക്കാം? കോൺട്രോപ്ലാസിയ എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിക്ക് ഉണ്ടാകാവുന്ന അമിതമായിട്ടുള്ള വളർച്ചയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ. ആൻഡ് 43. 43-ൽ എന്താ പറയുന്നത്? റിലേറ്റിംഗ് ടു എനിത്തിങ് റെഡ് ഓർ ടു എറിത്രോസൈറ്റിസ്. എന്താ? ഓക്കെ. എറിത്രോ എന്ന് പറഞ്ഞ എന്താ? അപ്പോ ചുവന്ന കളറിനെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് എറിത്രോസൈറ്റ്സ് എന്താണ്? ചുവന്ന രക്താണുക്കൾ അല്ലെ, അതിനെ സൂചിപ്പിക്കേണ്ട അവസരങ്ങളിൽ എറിത്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? And the next one 47. 47 നോക്കിക്കോളൂ. എന്താ അതിൽ പറയുന്നത്? റിലേറ്റിംഗ് ടു ദ സ്റ്റോമക്. സ്റ്റോമക്കുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ കണ്ടീഷനെ കാണിക്കുന്ന സമയത്ത് എന്താണ്? ഗ്യാസ്ട്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഏതാ? ഗാസ്ട്രോളജി. Then 48. ഷുഗർ. എന്താ പ്രിഫിക്സ്? എന്താ? ഷുഗർ. ഗ്ലൈക്കോ. ഗ്ലൈക്കോ. എക്സാമ്പിൾ പറയാമോ? ഗ്ലൈക്കോളജി. ഓക്കെ. അപ്പൊ ഷുഗറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഗ്ലൈക്കോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Then
49 എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്? ഏത് പ്രഫിക്സ്? ഗൈനക്കോളജി. Then 50 relating to blood, ബ്ലഡുമായി ബന്ധപ്പെട്ടത് ഏതായിരിക്കാം? ഹെമറ്റോളജി. ഹെമറ്റോ അല്ലെങ്കിൽ ഹെമറ്റ് എന്നുള്ള പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആണ് ഹെമറ്റോളജി. ഓക്കെ, ആ ഒരു നമ്മൾ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ പ്രിഫിക്സ് കണ്ടെത്താൻ പറ്റും. ദെൻ ഹെമറ്റ് പോലെ തന്നെ റിലേറ്റിംഗ് ടു ബ്ലഡ് 40 എന്താണ്? ഹെമെന്നും ഹെമോ എന്നും പറയുന്നുണ്ട്. And 53 relating to the liver, ലിവറുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാണ്? ഹെപ്പറ്റോളജി. ഹെപ്പറ്റ്. ഓക്കെ, ലിവറുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ആണ് ഹെപ്പറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 65 എന്താ? റിലേറ്റിംഗ് ടു എനിത്തിങ് വൈറ്റ് ഓർ ടു ലൂക്കോസൈറ്റ്സ് അല്ലെ? എന്താണ്? വെളുത്ത നിറം അല്ലെങ്കിൽ എന്താണ്? വെളുത്ത രക്താണുക്കളെ സൂചിപ്പിക്കുന്ന സമയത്ത് ഏത് വേർഡ്, ഏത് പ്രിഫിക്സാ യൂസ് ചെയ്യുന്നത്? ലൂക്കോസൈറ്റ്. എന്താ എക്സാമ്പിൾ? എന്താ? ലുക്കീമിയ. ലുക്കീമിയ. ഓക്കെ. മാം 59. എന്തോ? 59 എന്താണ്? സോറി, എന്താണ്? യൂട്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഏത് പ്രിഫിക്സ് ആണ്? കഴിയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. വേറെന്തെങ്കിലും ഉണ്ടോ അതിൽ വിട്ടുപോയത്? 43 പറഞ്ഞു, ആൻഡ് 47 പറഞ്ഞു, 48, 49, 50, 52 and 53. Then 65. Okay, clear ആണോ ഇത്? ഓക്കെ. 56 എന്താ? വാട്ടർ. വാട്ടർ നമുക്കറിയാം എന്താ പറയുന്നത്? വാട്ടറിനെ മെഡിക്കൽ ടേംസിൽ എന്താ പറയുന്നത്? ഹൈഡ്രോ. ഡീഹൈഡ്രേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഡീഹൈഡ്രേഷൻ. ഓക്കെ, അത് ക്ലിയർ ആണോ? ഈ പേജ് ക്ലിയർ ആണോ? 57 ഇല്ല മാം. നമ്മളെന്താ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ? ഓവർ ആൻഡ് സൂപ്പർ ഫ്ലൂയിഡ്സ് പറയാനായിട്ട് അല്ലെ? എന്തെങ്കിലും അധികമാണെന്ന് കാണിക്കുന്ന സമയത്ത് ഹൈപ്പർ എന്നുള്ള വേർഡും, കുറവാണെങ്കിൽ ഏതാണ്? ഹൈപ്പോ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ തൈറോയിഡ്, ഹൈപ്പോ തൈറോയിഡ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. 67 മാക്രോ. എന്തിനെ സൂചിപ്പിക്കാനായിരിക്കും മാക്രോ എന്നുള്ള ടേംസ് യൂസ് ചെയ്യുന്നത്, പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്? മാക്രോ ആൻഡ് മൈക്രോ നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആണ്. എന്താണ് മാക്രോ എന്ന് പറഞ്ഞാൽ? എന്തോ? ലാർജ്. ലാർജ്, ഹ്യൂജിനെ കാണിക്കാനായിട്ടാണ്. ഹ്യൂജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കാണിക്കാനായിട്ടാണ് മാക്രോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോ എന്തായിരിക്കാം? സ്മോൾ അല്ലെങ്കിൽ മിനി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈക്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 75 നോക്കിക്കോളൂ. 75 എന്താണ്? റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ് അല്ലെങ്കിൽ ബോൺ മാരോ, അസ്ഥിമജ്ജയെയോ അതേപോലെ സ്പൈനൽ കോഡിനെയോ ബാധിക്കുന്ന. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? 75 എന്താ അതിൽ പറയുന്നത്? റിലേറ്റിംഗ് ടു സ്പൈനൽ കോഡ്, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ബോൺ മാരോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മൈലോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? MYELO, മൈലോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഏതിനെയാണ്? സ്പൈനൽ കോഡോ അല്ലെങ്കിൽ ബോൺ മാരോയോ സൂചിപ്പിക്കുന്ന സമയത്ത്. എക്സാമ്പിൾ എന്തോ?
72. മൈലോസിന്റെ എക്സാമ്പിൾ. മൈലോമ എന്ന് പറയാം. മൈലോമ എന്താ? മൈലോമ അല്ലല്ല, ക്യാൻസർ ആണ്. അസ്ഥിമജ്ജയെ ബോൺ മാരോനെ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ് മൈലോമ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ചോദിച്ചത്? 72 ആണോ? ഓക്കെ, 72 ഉണ്ട്. എന്താണ് 72? മെംബ്രെയിൻ അല്ലെങ്കിൽ മെനിഞ്ചസിനെ ബാധിക്കുന്ന കണ്ടീഷൻ പറയുന്നതിന് വേണ്ടി മെനിഞ്ചോ എന്ന് പറയുന്ന അല്ലെങ്കിൽ മെനിഞ്ച് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയാൻ പറ്റുമോ? 72 ഓക്കെ. ദെൻ മൈലോ പറഞ്ഞു. ദെൻ 76 എന്താ? റിലേറ്റിംഗ് ടു മസിൽസ്. മസിൽസുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാ? മയോപ്പതി. ഓക്കെ, മസിൽസിന്റെ ഒരു അസുഖം, മസിൽസിനെ ബാധിക്കുന്ന ഒരു ഡിസീസ് ആണ് മയോപ്പതി എന്ന് പറയുന്നത്. ദെൻ 77 റിലേറ്റിംഗ് ടു ദ നോസ്. നോസിനെ കാണിക്കുന്ന പ്രിഫിക്സ് ഏതാണ്? എക്സാമ്പിൾ പറയാമോ? നോസിനെ സൂചിപ്പിക്കാനായിട്ടായിരിക്കും ഈ നേഴ്സ് എന്നുള്ള വാക്ക് NAS എന്നുള്ള ഈ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത്. നമ്മൾ നേസൽ സ്പ്രേ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന നേസൽ സ്പ്രേ. അപ്പൊ എന്താണ്? നോസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ദെൻ 79 എന്താണ്? റിലേറ്റിംഗ് ടു ദ കിഡ്നി. ഏത് പ്രിഫിക്സ് ആണ്? കിഡ്നിയുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാ? മെഡിക്കൽ ടേംസ്. എക്സാമ്പിൾ എന്താ? നെഫ്രോളജി. നെർവ് സിസ്റ്റത്തെ കാണിക്കുന്നതിന് വേണ്ടി 80. ന്യൂറോ. എക്സാമ്പിൾ പറയൂ. ന്യൂറോളജി. 81 നൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് നൈറ്റ്, രാത്രിയെ സൂചിപ്പിക്കാനായിട്ട് മെഡിക്കൽ ടേംസിൽ നോക്ട് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് മെഡിക്കൽ ടേംസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിഫിക്സ് ആയിട്ട് നോക്ട് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നോക്ടാംബുലിസം എന്തായിരിക്കും? അപ്പൊ നോക്ടാംബുലിസം സ്ലീപ്പ് വാക്ക്, രാത്രിയിൽ ഉറക്കത്തിൽ നടക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നോക്ടാംബുലിസം എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നോക്ട് എന്നാണ് മെഡിക്കൽ ടേംസിൽ അതിനെ പറയുന്നത്, നോക്ട് എന്നാണ്. ദെൻ 83 റിലേറ്റിംഗ് ടു ദ നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തെ സൂചിപ്പിക്കാനായിട്ട് ഏതാണ്? ഓഫ്രോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നെർവ്സ് ആണെങ്കിൽ ഓഫ്രോ ആയിരിക്കും. അതേപോലെ ഐ ആണെങ്കിലോ? ഒഫ്താൽമോളജി കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ. ദെൻ 85 എന്താ? 85 റിലേറ്റിംഗ് ടു ദ ടെസ്റ്റിക്കിൾസ്. ടെസ്റ്റിക്കിൾസിനെ സൂചിപ്പിക്കാനായിട്ട്, അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ, കണ്ടീഷൻസിനെ കാണിക്കാനായിട്ട് എന്താണ്? ഓർക്കിഡോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തോ ഓർക്കിഡ് 85 അല്ലേ? 85 ആണോ? 85, 86, 87 ഇത് മൂന്നും എന്താണ്? ടെസ്റ്റിക്കിൾസിനെ കാണിക്കാനായിട്ടാണ്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓർക്കിഡോ അല്ലെങ്കിൽ ഓർക്കിയോ, ഓറോ എന്ന് പറയുന്ന ഈ 3 പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ 89 എന്താ? 89 റിലേറ്റിംഗ് ടു ബോൺ. ബോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ആണ്? ഏതാണ്? ഓസ്റ്റിയോ. ഓക്കെ, എക്സാമ്പിൾ അറിയോ? ഏതെങ്കിലും എക്സാമ്പിൾ ഓർത്തോ? ഓസ്റ്റിയോപോറോസിസ്. എന്താ അത്? എല്ലുകൾ ഇങ്ങനെ പൊടിയുന്ന ഒരവസ്ഥ. എല്ലുകൾക്ക് ഉണ്ടാകാവുന്ന ബലക്കുറവിനെയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ദെൻ റിലേറ്റിംഗ് ടു ഇയർ. ഇയറുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാണ്? ഓട്ട് അല്ലെങ്കിൽ ഓട്ടോ എന്ന് പറയാം. OT. ഓക്കെ, OT ആയിരിക്കും ഇയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാ? ഒറ്റൈറ്റിസ്. എന്തായിരിക്കാം ഒറ്റൈറ്റിസ്? Inflammation of
ചെവിക്കുണ്ടാകാവുന്ന വീക്കത്തിനെയാണ് ഒറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതിന്റെ നെക്സ്റ്റ് പേജ് നോക്കിക്കോളൂ. മാം 83ക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരും. ഏതാണ് എനിക്ക് അറിയാൻ നോക്കട്ടെ കേട്ടോ. 83യുടെ എക്സാമ്പിൾ നെർവ് സിസ്റ്റം ഏതായിരിക്കാം? ഓഫ് റോളിച്ച് വന്നത് ഓഫറൈറ്റിസ് കേട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, നെർവ്സിന് ഉണ്ടാകാവുന്ന ഇൻഫ്ലമേഷൻ. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾസ് പഠിച്ചു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുക പ്രിഫിക്സിന്. ദെൻ 92 എന്താണ്? 92 റിലേറ്റിംഗ് ടു ഡിസീസ് എന്തായിരിക്കാം? പാത്തോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് അസുഖങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 96 എന്താണ്? ത്രോട്ട് അല്ലെങ്കിൽ ഫാരിങ്സ്. നമ്മൾ പഠിച്ചായിരുന്നു ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ത്രോട്ടിന്റെ മറ്റൊരു പേരാണ് അല്ലെ. അതിന് യൂസ് ചെയ്യുന്ന ടേം ഏതാണ്? പ്രിഫിക്സ് ഏതാണ്? ഫാരിങ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ 97 റിലേറ്റിംഗ് ടു വെയിൻ. വെയിനുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാ? ഫ്ലീബോ. ഫ്ലെബോ. എക്സാമ്പിൾ പറയാമോ? ഫ്ലീബോ, ഫ്ലെബോ, ഫ്ലെബൈറ്റിസ്, ഫ്ലെബോട്ടമി, ഫ്ലെബൈറ്റിസ്, ഫ്ലെബോട്ടമി. 95 റിലേറ്റിംഗ് ടു ഈറ്റ്. ഓക്കെ, എന്താണത്? ഈറ്റുമായി ബന്ധപ്പെട്ട് ഫാഗോ എന്നുള്ളത് പറയുന്ന എന്താണ് പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാണ്? ഫാഗോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ മാം? എക്സാമ്പിള് ഫാഗോസൈറ്റ്. എന്താ ഫാഗോസൈറ്റ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഫാഗോസൈറ്റ്? കേടായ കോശങ്ങൾ. എന്തോ? വിശപ്പില്ലായ്മല്ല. ഓക്കെ, അതല്ല. കേടായ കോശങ്ങളെ തിന്നുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് കോശങ്ങളുണ്ട്. ഓക്കെ, ഇവയെ ഭക്ഷിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് കോശങ്ങളുണ്ട്. അതിനെയാണ് ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെയിൻ പറഞ്ഞില്ലേ? 97 ഫ്ലെബൈറ്റിസ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ദെൻ 98 എന്താ? 98 ലങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, എന്തായിരിക്കാം എക്സാമ്പിൾ? ന്യൂമോണിയ. ന്യൂമോണിയ എന്താണ്? ലങ്സിന് ഉണ്ടാകാവുന്ന ഇൻഫെക്ഷനെയാണ് അല്ലെ ന്യൂമോണിയ എന്ന് പറയുന്നത്. ദെൻ അതിൽ വരുന്നത് 105 എന്താണ്? റിലേറ്റിംഗ് ടു ദ മൈൻഡ്. മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ഏതാ? എക്സാമ്പിൾ സൈക്കോളജി. Then 106 എന്തോ? 103 റിലേറ്റിംഗ് ടു ദ റെക്റ്റം. എന്താ റെക്റ്റം? രക്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് പ്രോക്ടോ എന്ന് പറയുന്ന സ്ക്രീൻ. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? ഓക്കെ, എന്താ? റെക്റ്റവുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ആണ് പ്രോക്ടോ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ റെക്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ക്ലിയർ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? ഓക്കെ. സോ ക്ലിയർ ആണോ? 103. നമ്മൾ 105 പറഞ്ഞു. സൈക്കോ അല്ലെ, റിലേറ്റിംഗ് ടു ദ മൈൻഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൈക്കോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ റിലേറ്റിംഗ് ടു ലങ്സ്, ലങ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ പൾമ് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ എന്താ? പൾമനോളജി. ഓക്കെ, പൾമിനറി ഒക്കെ പറയാം. ദെൻ 108 നോക്കിക്കോളൂ. റിലേറ്റിംഗ് ടു കിഡ്നി ഓർ പെൽവിസ്.
ഓക്കെ, കിഡ്നിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പെൽവിസുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാ? പൈലോ. പൈലോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ്. ഓക്കെ, കിഡ്നി അല്ലെങ്കിൽ ഇടുപ്പിനെ സൂചിപ്പിക്കുന്ന പ്രിഫിക്സ് ആണ് പൈലോ എന്ന് പറയുന്നത്. ദെൻ റിലേറ്റിംഗ് ടു പസ്, അത് 107 വരുന്നുണ്ട്, അതേപോലെ 108 വരുന്നുണ്ട്. പസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന രണ്ട് പ്രിഫിക്സ് പറയുന്നുണ്ട്. ഏതാണ്? PUR എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു? PYO. ഓക്കെ, ഈ രണ്ട് പ്രിഫിക്സ് പസ്സുമായി ബന്ധപ്പെട്ട പഴുപ്പിനെ കുറിച്ച് കാണിക്കുന്ന ഓക്കെ അപ്പൊ ആ സമയത്ത് യൂസ് ചെയ്യുന്ന എന്താണ്? പ്രിഫിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് 114 നോക്കിക്കോളൂ. 114 റിലേറ്റിംഗ് ടു ദ നോസ്. നമ്മൾ നേരത്തെ വേറെ ഒരെണ്ണം പഠിച്ചു, ഒരു പ്രിഫിക്സ് കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? നോസുമായി ബന്ധപ്പെട്ടത്. നേസോ. നേസോ എന്ന് പറയുന്ന ഒരു എന്താണ് പ്രിഫിക്സ് പഠിച്ചു. രണ്ടാമത്തെ പ്രിഫിക്സ് ആണ് റിൻ. ഓക്കെ, RHINO. റൈനൈറ്റിസ്. റൈനോ. ഓക്കെ ഓക്കെ, റൈനോ എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. And the next 122 റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് ഏതാ? എന്താ? പറയാം. എന്താണ്? ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ തേം എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ 115 ഉണ്ട് മാം. 115 ആണോ? ഓക്കെ കേട്ടോ. റിലേറ്റിംഗ് ടു ട്യൂബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഓക്കെ, അത് നമുക്ക് വിട്ടളയാം. നെക്സ്റ്റ് ഏതാണ്? റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ കിട്ടിയല്ലോ. ടേം 122 ഏതാണ്? തെർമോമീറ്റർ പറയാം. ദെൻ റിലേറ്റിംഗ് ടു ചെസ്റ്റ്, ചെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ഏതാണ്? തൊറാക്ക്. ഓക്കെ, തൊറാക്ക് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. റിലേറ്റിംഗ് ടു ചെസ്റ്റ്, ചെസ്റ്റ് ആണെങ്കിൽ തൊറാക്ക്. ഓക്കെ, തൊറാക്കോട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ചെസ്റ്റിൽ ചെയ്യുന്ന ഒരു സർജറിയാണ്, ഒരു സർജിക്കൽ പ്രോസസ്സിനെയാണ് തൊറാക്കോട്ടമി എന്ന് പറയുന്നത്. ദെൻ 127 ലാസ്റ്റ് വൺ, വെസൽ. വെസലുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ആണ് വാസോ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ പറയൂ. മസ്കുലർ. ഓക്കെ, അപ്പൊ പ്രിഫിക്സ് ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിന്റെ പ്രിഫിക്സ് ഏതാണ്, അതിന്റെ മീനിങ് എന്താണെന്ന് കേട്ടോ. മാം ക്വസ്റ്റ്യൻ അപ്പൊ എങ്ങനെ എഴുതാം? മീനിങ് എഴുതാനാണോ അതോ പ്രിഫിക്സ് എഴുതാനാണോ? ഏതാണെന്ന് ചോദിക്കും, ആ രീതിയിൽ ചോദിക്കുള്ളൂ കേട്ടോ. ഇപ്പൊ റിലേറ്റിംഗ് ടു ടെമ്പറേച്ചർ, അതിന്റെ ഏതാണ് പ്രിഫിക്സ് ഏതായിരിക്കാം, ആ രീതിയിലേ ചോദിക്കുള്ളൂ. ഏതാണ്? 103 ആണോ? 103 പറയോ? റിലേറ്റിംഗ് ടു ദ റെക്ടം, രക്തവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കാണിക്കാനും മലാശയവുമായി ബന്ധപ്പെട്ട എന്താണ് കണ്ടീഷൻസിനെ കാണിക്കുന്ന സമയത്താണ് എന്ത്? പ്രോക്ടോ എന്ന് പറയുന്ന പ്രിഫിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രക്തവുമായി ബന്ധപ്പെട്ട എന്താണ് ആ കണ്ടീഷനെ കാണിക്കുന്ന സമയത്താണ് പ്രോക്ടോ എന്ന് പറയുന്ന പ്രിഫിക്സ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ എല്ലാനും? ക്ലിയർ ആണ്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. എബോവ് വരുന്നുണ്ട്, അതേപോലെ സ്പീഡി. ഹൈപ്പർ പഠിച്ചില്ല, ഹൈപ്പർ എന്താണ്? ഹൈപ്പോ. അതേപോലെ ബാക്കി വരുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്താണ്? കോമൺ സഫിക്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സഫിക്സ് എന്താ? സഫിക്സ് ഒരു വേർഡിന്റെ ശേഷം അല്ലെ, വേർഡിന്റെ എൻഡിൽ ചേർക്കുന്ന വാക്കുകളെയാണ് സഫിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ എന്താ ഇതിൽ കൊടുത്തിരിക്കുന്നത്? ആൽജിയ. ആൽജിയ എന്ന് പറഞ്ഞാൽ എന്താ? പെയിൻ.
പെയിനുമായി ബന്ധപ്പെട്ട പെയിനിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആൽജിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മയാൽജിയ, എന്തായിരിക്കാം? മസിൽ പെയിൻ. മസിൽ പെയിൻ. അതേപോലെ തന്നെ നെർവ്സിനെ ബാധിക്കുന്ന പെയിൻ എന്തായിരിക്കാം? നെർവ്സിനെ ബാധിക്കുന്ന പെയിൻ നെർവ്സിന്റെ നമ്മൾ പ്രിഫിക്സ് പഠിച്ച എന്തായിരുന്നു? നെർവ്സിന്റെ പ്രിഫിക്സ് എന്തായിരുന്നു? അപ്പൊ എന്തായിരിക്കാം? നെർവ്സിനുണ്ടാകുന്ന പെയിൻ എങ്ങനെ പറയാം? ന്യൂറാൾജിയ. ഓക്കെ, ന്യൂറാൾജിയ. നമ്മൾ പറഞ്ഞു എന്താണ് ആദ്യത്തെ റൂട്ട് വേർഡിന്റെ ലാസ്റ്റ് ലെറ്റർ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് പ്രൊനൗൺസിയേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടി ലാസ്റ്റ് ലെറ്റർ കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ പിന്നെ വരുന്നത് 3 മൂന്നാമത്തെ നോക്കിക്കോളൂ. ഇമച്വർ സെല്ലുകളെ സൂചിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സഫിക്സ് ആണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാസ്റ്റ് ഇമച്വർ സെല്ലിനെ സൂചിപ്പിക്കാനായിട്ടാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു വേർഡിന് ശേഷം ആഡ് ചെയ്യേണ്ട മറ്റൊരു സഫിക്സ് ആണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാസ്റ്റ് എവിടെ കണ്ടാൽ എന്തിനെ സൂചിപ്പിക്കാനായിരിക്കും? അത് സെല്ലുമായി ഒരു കണ്ടീഷനോ സൂചിപ്പിക്കാനായിട്ടായിരിക്കും ആ വേർഡിൽ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ദെൻ എക്സാമ്പിള് പറയാമോ ആർക്കെങ്കിലും ഒരെണ്ണം ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട്? ഓസ്റ്റിയോബ്ലാസ്റ്റ്. എന്തായിരിക്കും ഓസ്റ്റിയോബ്ലാസ്റ്റ്? ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്തായിരിക്കാം? ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സെൽസ് ഫോം ചെയ്യില്ലേ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് അല്ല, ബോണുകൾ ഫോം ചെയ്യില്ലേ, ബോൺസ്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകളെയാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബോൺസുകൾ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകൾ. ദെൻ 4th വൺ നോക്കിക്കോളൂ. സെക്കൻഡ് വൺ പറഞ്ഞില്ലല്ലോ മാഡം. അതെന്തായിരിക്കാം? തളർച്ചയെ സൂചിപ്പിക്കാനായിട്ട് എന്തായിരിക്കാം? ആസ്തെനോ എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആസ്തെനോ എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖത്തെ കുറിച്ച്, ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, ബോഡി പാർട്സ്. ഇതാണ് നമ്മളിപ്പോ ഇതിൽ നോക്കുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. റിലേറ്റിംഗ് ടു പെയിൻ പറഞ്ഞു, ഇമച്വർ സെല്ല് പറഞ്ഞല്ലേ, ബ്ലാസ്റ്റ് പറഞ്ഞു. ദെൻ 4th വൺ എന്താണ്? റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. എന്താണ്? ട്യൂമറോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങുമായി ബന്ധപ്പെട്ട ഒരവസ്ഥ, ഹെൽത്ത് കണ്ടീഷൻ കാണിക്കുന്ന ടൈമിൽ ഏത് സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്? സെലെ എന്ന് പറയുന്ന CELE, സെലെ എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ അറിയാമോ ഏതെങ്കിലും? ഹൈഡ്രോസിൽ. ഹൈഡ്രോസിൽ എന്തായിരിക്കാം? ടെസ്റ്റിക്കിൾസിന് ഉണ്ടാകാവുന്ന എന്താണ്? സെല്ലിംഗ് ആണ് അല്ലേ? റൈറ്റ് ആണോ ദിവ്യ? ഹൈഡ്രോസെൽ എന്താണ്? ടെസ്റ്റിക്കിൾസിന് ഉണ്ടാകാവുന്ന ഹൈഡ്രോ റിലേറ്റഡ് ടു വാട്ടർ അല്ലേ മാഡം? അപ്പൊ വാട്ടർ കളക്ഷൻ പോലെ സ്വെല്ലിംഗ് പോലെ വരുന്നല്ലോ. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നീർവീക്കം എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ. ഓക്കെ, ഹൈഡ്രോസെൽ. ദെൻ 6th വൺ നോക്കിക്കോളൂ. സെൽ, സെല്ലിനെ സൂചിപ്പിക്കാനായിട്ട് എന്താണ്? മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, എറിത്രോസൈറ്റ്സ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 8th വൺ നോക്കിക്കോളൂ. 8th വൺ റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റാൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിൽ എന്തെങ്കിലും ഒരു സബ്സ്റ്റാൻസിന്റെ സാന്നിധ്യം സൂചിപ്പിക്കാനായിട്ട് ഏത് സഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്?
Anemia. അനീമിയ, ലുക്കീമിയ. ഓക്കെ, ലെവൻത്ത് വൺ എന്താ? എ റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. ഓക്കെ, സോറി 11th വൺ അല്ല 12th വൺ. എന്താണ്? ആ റെക്കോർഡ് നമുക്കറിയാലോ, ഗ്രാഫ് ആയിരിക്കും. എക്സാമ്പിൾ പറയാമോ? ഗ്രാഫ്. ECG electrocardiograph. Then 12th വൺ 12ാമത്തെ എന്താണ്? സ്വെല്ലിങ് കാണിക്കാനായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പഠിച്ചു. ഏത് സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത് സ്വെല്ലിങ് കാണിക്കാനായിട്ട്? Itis. ഐറ്റിസ് എന്ന് പറയും. ഓക്കെ, ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഏതാണ്? കുറെ ഏതൊക്കെയായിരുന്നു? ബ്ലെഫറൈറ്റിസ് പഠിച്ചു. Hepatitis, otitis, ഓക്കെ. operitis. 15th നോക്കിക്കോളൂ. 15th സയൻസ് സ്ക്രീൻ കാണുന്നു. ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജു? ഓക്കെ, എന്താണ് സയൻസുമായി ബന്ധപ്പെട്ടത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന സഫിക്സ് ഏതാണ്? ഓളജി എന്ന് പറയുന്ന suffix ആണ്. അതെന്തായിരിക്കും? എക്സാമ്പിൾ പറയൂ. ബയോളജി, പാത്തോളജി. ഓക്കെ, ഒബ്സ്ട്രോമെറ്റോളജി പറയില്ലേ മിസ്? ഒബ്സ്ട്രോമെറ്റോളജി പറയും. ദെൻ ട്യൂമർ കാണിക്കാനായിട്ട് 16th ട്യൂമറുമായി ബന്ധപ്പെട്ട സഫിക്സ് ആണ് ഓമ എന്ന് പറയുന്നത്. എന്തോ എന്താ എക്സാമ്പിൾ? Lymphoma. ഓക്കെ. എന്താ ലിംഫോമ? Cancer അല്ലേ മാം? എവിടെ ഏത് പാർട്ടിനെ ബാധിക്കുന്നതാ? Stomach, lungs. ഓക്കെ. Then 17th എന്താ 17th പറയുന്നത്? റിലേറ്റിംഗ് ടു എ ഡിസീസ് പ്രോസസ്. എന്താണ്? ഒരു പ്രോസസ്സിനെ, ഡിസീസ് പ്രോസസ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓസിസ് എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. എന്തായിരിക്കാം? ഏതെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഓസിസ് എന്ന് പറയുന്ന സഫിക്സ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ? ഓസ്റ്റിയോപൈറോസിസ് അല്ലെ, എല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്കുറവ്. ഓക്കെ, ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓസിസ് എന്ന് പറയുന്ന സഫിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ 21 20 നോക്കിക്കോളൂ. 20 ഒരെണ്ണം വിട്ടുപോയി. എന്താണ്? ഡിസീസ് അസുഖത്തെ അല്ലെങ്കിൽ എന്താണ് സിസ്റ്റത്തെ കാണിക്കാൻ, ട്രീറ്റിംഗ് ഡിസീസ് സിസ്റ്റത്തെ കാണിക്കാനായിട്ടാണ് പതി എന്ന് പറയുന്ന PATHY എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് ഏതൊക്കെയാ? ട്രീറ്റ്മെന്റ്, അലോപ്പതി. ഓക്കെ, സഫിക്സ് ആണ്. അപ്പോ ബാക്കിലാണ് വരേണ്ടത് പതി എന്ന് പറയുന്നത്. ഓക്കെ, പുറകിലാണ് ആ വേർഡ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഹോമിയോപ്പതി, അലോപ്പതി എന്ന് പറയുന്നതൊക്കെ എന്താണ്? ട്രീറ്റ്മെന്റ് സിസ്റ്റംസ് ആണ്. ദെൻ 21 എന്താണ്? റിലേറ്റിംഗ്. എന്തോ 19 പറഞ്ഞില്ലല്ലോ. 19 ഓക്കെ, സർജിക്കൽ ഇൻസിഷൻ ആണ്. എന്താണ്? എക്സാമ്പിൾ ആണ്. സോറി, സഫിക്സ് ഏതാണ്? ഓട്ടോമി എന്ന് പറയാം. എന്താ എക്സാമ്പിൾസ് അറിയോ? ഇൻസിഷൻ എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാക്കുന്നതിനെയാണ്. ഏതായിരിക്കാം? ഓട്ടോമി. അനാട്ടമി ആണോ? എന്തോ അനാട്ടമി പറയാം. ഓക്കെ. ദെൻ 21 എന്താണ്? റിലേറ്റിംഗ് ടു ഈറ്റിംഗ് ഓർ സോളിങ് അല്ലെ, ഈറ്റിങ്ങിനെ അല്ലെങ്കിൽ വിഴുങ്ങുന്നതുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ പറയുന്നതിന് വേണ്ടിയാണ് ഫാജിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യുന്നത്. ഫാജിയ. ഓക്കെ. 21 എന്തോ? ഫാജിയക്ക് എന്തോ എക്സാമ്പിൾ? എക്സാമ്പിള് ഡിസ്ഫാജിയ. ഡിസ്ഫാജിയ എന്ന് പറഞ്ഞാൽ എന്താ? Difficulty in swallowing. വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, ത്രോട്ടിൽ കൂടി ഭക്ഷണം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഡിസ്ഫാജിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ദെൻ
24 നോക്കിക്കോളൂ. പ്ലാസ്റ്റിക് സർജറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പ്ലാസ്റ്റി എന്ന് പറയുന്ന സഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താ പ്ലാസ്റ്റി എക്സാമ്പിൾ പറയൂ. പ്ലാസ്റ്റി ആന്റിയോപ്ലാസ്റ്റി ആണോ? ആന്റിയോപ്ലാസ്റ്റി. ഓക്കെ, പ്ലാസ്റ്റിക് സർജറി ഒരു സർജറിയാണ്. 23 ഏതാ? റിലേറ്റിംഗ് ടു ഇറാഷണൽ ഫിയർ, പേടിയെ കാണിക്കാനായിട്ടാണ് ഫോബിയ. ഓക്കെ, 23. ആർത്രോപ്ലാസ്റ്റി എക്സാമ്പിൾ പറയാം. 24 എക്സാമ്പിൾ ആണ് ആർത്രോപ്ലാസ്റ്റി. എന്തായിരിക്കാം? എവിടെയുള്ള സർജറി ആയിരിക്കാം? പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ എന്താണ്? റീപ്ലേസ്മെന്റ് അല്ലേ? ജോയിന്റിന് ഉണ്ടാകാവുന്ന റീപ്ലേസ്മെന്റിനെയാണ്, ആ സർജറിയെയാണ് ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ദെൻ പാരാലിസിസ് 25 ഏതാ? സഫിക്സ് ഏതാ? പ്ലീജിയ. പ്ലീജിയ. എക്സാമ്പിൾ നോക്കിക്കോളൂ. എക്സാമ്പിൾ ഏതായിരിക്കാം? ഹെമിപ്ലീജിയ. അത് ഹാഫ് പാരാലിസിസ്. ഹാഫ് പാരാലിസിസ്. പാരാപ്ലീജിയ എന്നും പറയാം. ഓക്കെ, ദെൻ റിലേറ്റിംഗ് ടു ബ്രീത്തിങ് 26. റിലേറ്റിംഗ് ടു ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടത് ഏതാണ്? നിയ, PNE എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടത്. എന്താണ്? എക്സാമ്പിൾസ് അറിയോ? ആർക്കെങ്കിലും അറിയോ? ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട സഫിക്സ് ആണ് PNEA, നിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരിക്കാം? ഹൈപ്പർഅപ്നിയ. എന്താ അത്? ഈ എക്സസീവ് ബ്രീത്തിങ്. എക്സസീവ് ബ്രീത്തിങ്, ഹൈപ്പർ. ഓക്കെ, അതേപോലെ തന്നെ അപ്പൊ കുറവിന് എന്തായിരിക്കും? ഹൈപ്പോപ്നിയ പറയാം അല്ലേ? സ്ലോ ബ്രീത്തിങ്, ഹൈപ്പോപ്നിയ. 25 ഒന്നുകൂടെ പറയും. പാരാലിസിസ്. എന്താ പാരാലിസിസ്? തളർന്നു പോകുന്ന അവസ്ഥ അല്ലെ? ആ കണ്ടീഷനെ സൂചിപ്പിക്കാനായിട്ട് പ്ലീജിയ എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, പാരാലിസിസുമായി ബന്ധപ്പെട്ട സഫിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലീജിയ. ഓക്കെ, എക്സാമ്പിൾ ഏതായിരുന്നു? പാരാലീജിയ, പാരാപ്ലീജിയ അല്ലെങ്കിൽ സെമിപ്ലീജിയ. ഓക്കെ, അങ്ങനെ പകുതി ഭാഗം അരയ്ക്ക് താഴോട്ട് തളർന്നു പോകില്ലേ? ആ ഒരു കണ്ടീഷനെ കാണിക്കാനായിട്ടാണ് സെമി പ്ലീജിയ അല്ലെങ്കിൽ പാരാപ്ലീജിയ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ബ്രീത്തിങ് പറഞ്ഞു. നെക്സ്റ്റ് വൺ 28 29 28 എന്താ? എക്സസീവ് ഫ്ലോ ഓഫ് ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്, എക്സസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ഏതാ? റേജ് എന്നുള്ള വാക്കാണ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഏതായിരിക്കാം? ഹെമറേജ് വരില്ലേ? ഹെമറേജ്. ഓക്കെ, രക്തക്കുഴൽ പൊട്ടി അമിത രക്തസ്രാവം, ബ്ലീഡിങ് ഉണ്ടാകുന്നതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേജ്, ഹെമ എന്ന് പറഞ്ഞാൽ ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രിഫിക്സ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ദെൻ റേജ് എന്ന് പറയുന്നത് എന്താണ്? എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ്ങിനെ സൂചിപ്പിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോ ഹെമറേജ് പറയാം. ദെൻ അതിന് പകരം ഏതാണ്? റേജിന് പകരം 29. ഒരു എക്സാമ്പിൾ പറയാമോ? അതും എന്താണ്? എക്സസീവ് ഫ്ലോ ഓഫ് ഡിസ്ചാർജ് തന്നെയാണ്, ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ എക്സസീവ് ഫ്ലോയിനെയാണ് സൂചിപ്പിക്കുന്നത്. റേജിയ, അതേപോലെ രാജിയ, RRHAGIA. നേഴ്സൽ രാജിയ, മൂക്കിലൂടെ എന്താണ്? അമിത ബ്ലീഡിങ് വരില്ലേ? രക്തസ്രാവം വരില്ലേ? ആൻഡ് 32 എന്താണ്? ഡിവൈസ് ഫോർ എക്സാമിനേഷൻ, സ്കോപ്പ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യുന്നത്. എന്തായിരിക്കാം? എക്സാമ്പിൾ പറയൂ, വേഗം പറഞ്ഞോളൂ. എന്താ സ്കോപ്പ്? മൈക്രോസ്കോപ്പ്. ഡിവൈസ് ആണ്, ഒരു എക്സാമിനേഷൻ യൂസ് ചെയ്യുന്ന സ്റ്റെതസ്കോപ്പ് പോലുള്ള. ഓക്കെ, സ്റ്റെതസ്കോപ്പ് എക്സാമ്പിൾ പറയാം, ഒരു ഡിവൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ സ്കോപ്പ് എന്ന് പറയുന്ന സഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. മൈക്രോസ്കോപ്പ് വരില്ലേ? എല്ലാം പറ്റും, എല്ലാം പറയാം. ദെൻ 33 നോക്കിക്കോളൂ. എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്. എന്താണ്? സ്കോപ്പി എന്ന് പറയുന്ന സഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമിനേഷൻ വിത്ത് എ ഡിവൈസ്, ഒരു ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി പരിശോധന നടത്തുക. ഓക്കെ, ഏതാണത്? എൻഡോസ്കോപ്പി ആണോ? ഓക്കെ, ലാപ്രോസ്കോപ്പി. 36
റിലേറ്റിംഗ് ടു ന്യൂട്രീഷൻസ് എന്താണ്? വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് ട്രോഫിക് എന്ന് പറയുന്ന സഫിക്സ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വളർച്ചയുമായി ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വളർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടാണ് ട്രോഫിക് എന്ന് പറയുന്ന സഫിക്സ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സൊമാറ്റോട്രോഫിക് ഹോർമോൺ ഉണ്ട്. എന്താ അത്? സൊമാറ്റോട്രോഫിക് ഹോർമോൺ എന്ന് പറഞ്ഞാല് വളർച്ചാ ഹോർമോൺ ആണ്. ഓക്കെ, ആൻഡ് 37 ലാസ്റ്റ് വൺ നോക്കിക്കോളൂ. എന്താണ്? യൂറിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ട് യൂറിയ എന്ന് പറയുന്ന എന്താണ്? ഈ മൂത്രത്തിൽ എന്തെങ്കിലും സബ്സ്റ്റാൻസസിന്റെ സാന്നിധ്യം സൂചിപ്പിക്കാനായിട്ടാണ് യൂറിയ എന്ന് പറയുന്ന സഫിക്സ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ എന്താ? യുറേനിയ പറയാം. ഹെമറ്റ്യൂറിയ, പ്രോട്ടീനൂറിയ. ഓക്കെ, പ്യൂറിയ. രക്തത്തിൽ യൂറിനിൽ എന്താണ്? പസ് ഉണ്ടാകുന്ന ഒരവസ്ഥ, പഴുപ്പ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പ്യൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സഫിക്സസ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് എന്താണ്, നമ്മൾ പ്രിഫിക്സസ് പഠിച്ചു, സഫിക്സസ് എന്താണെന്ന് പഠിച്ചു. ബാക്കി എന്താണ്? കോമൺ റൂട്ട് വേർഡ്സ് വരുന്നുണ്ട്, അതേപോലെ അബ്രിവിയേഷൻ വരുന്നുണ്ട്. റൂട്ട് വേർഡ്സുകൾ എന്താണ്? അതിന്റെ മീനിങ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്രീവിയേഷന്റെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. EMS എന്തായിരുന്നു? ഷോർട്ട് വേർഡ് ആണല്ലേ, ഷോർട്ട് ഫോം ആണ്. EMS എന്തിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു? എമർജൻസി മെഡിക്കൽ സർവീസ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലുള്ള ധാരാളം റൂട്ട് വേർഡ്സുകൾ, ഷോർട്ട് ഫോമുകൾ തന്നിട്ടുണ്ട്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് റീഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? യെസ് മാം. ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.